ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്ന് അറിയാമോ? 1 കിലോമീറ്റർ എന്നത് 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണെന്ന് അറിയാമോ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 1000 സെന്റിമീറ്റർ അല്ല. 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. 1 ഇഞ്ച് എത്ര അടിയാണെന്ന് പറയുമ്പോൾ 1 ഇഞ്ച് 12 അടിയാണ്. 1 ഇഞ്ച് 12 അടിയാണ്. 1 ഇഞ്ച് സോറി ഒരടിയല്ല, 12 ഇഞ്ചാണ് ഒരടി. കേട്ടോ, തെറ്റിപ്പോയി. 12 ഇഞ്ചാണ് ഒരടി. ഒരടി എന്ന് പറയാൻ 12 ഇഞ്ചാണ്. അതുപോലെ പറയുകയാണ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. 1 മണിക്കൂർ 60 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. 1 മിനിറ്റ് എത്രയാണ്? 60 സെക്കൻഡാണ്. അതുപോലെ തന്നെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഒരു ദിവസം 24 മണിക്കൂറാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 അല്ലെങ്കിൽ 31 ദിവസം. ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ 28 ദിവസം. അതിവർഷമാണെങ്കിൽ ഫെബ്രുവരി 29 ദിവസം. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം. 12 മാസമാണ്. അതുപോലെ തന്നെ ഒരു വർഷം 365 ദിവസമാണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 365 ദിവസമാണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര ആഴ്ചയാണെന്ന് ചോദിച്ചാൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 52 ആഴ്ചയാണ്. 52 ആഴ്ചകൾ ചേരുന്നതാണ് ഒരു വർഷം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷമാണ്. ഏതാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ? ശകവർഷം. ശകവർഷം ആരംഭിച്ചാരാണെന്നറിയാമോ? ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ്. ശകവർഷം ആരംഭിച്ചു കനിഷ്കനാണ് ശകവർഷം തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത്. അതുപോലെ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണെന്ന് അറിയാം? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററിന് തുല്യമാണ്. കേട്ടോ, അത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ, അതുപോലെ 1 കിലോ എന്ന് പറഞ്ഞാൽ എത്ര? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 മില്ലിഗ്രാമിന് തുല്യമാണ്. 1000 മില്ലിഗ്രാമാണ് 1 കിലോഗ്രാം. അതുപോലെ തന്നെ 1 പവനെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 8 ഗ്രാമാണ് 1 പവൻ. 8 ഗ്രാമാണ് 1 പവൻ സ്വർണ്ണം എന്നൊക്കെ പറയാം. 1 പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ 8 ഗ്രാം സ്വർണ്ണമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ 1 പവൻ അവർ 10 ഗ്രാം സ്വർണ്ണമാണ് കണക്കാക്കുന്നത്. 10 ഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ അവർ 1 പവൻ എന്ന് പറയുകയുള്ളൂ. ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ. പക്ഷേ നമ്മുടെ കേരളത്തിൽ 1 പവൻ എന്ന് പറയുന്നത് എത്രയാണ്? 8 ഗ്രാമാണ്. അതുപോലെ 1 കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ എത്ര പവനാണ്? 1 കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ 125 പവനാണ്. 125 പവനാണ് 1 കിലോ സ്വർണ്ണം.